Yes, Ambur chicken biryani is ready. ഹായ് ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് ചെയ്യുന്നത് എൻ്റെ വൈഫാണ് ശ്വേത. സോ ഇന്നൊരു ന്യൂ ഇയർ സ്പെഷ്യൽ ആമ്പൂർ ബിരിയാണി പുള്ളിക്കാരൻ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയുന്നുണ്ട്. ഇത് ആദ്യമേ ഒരു വാർണിംഗ് ഞാൻ തരാണ്. ഇത് കഴിച്ചിട്ട് എനിക്ക് വയറിളക്കം വന്നാൽ എന്തായാലും ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇല്ല ഞാൻ കണ്ടിപ്പാ സാപ്പിടാ പോരാ. ഇല്ല സോ എന്തായാലും കുക്കിംഗ് വീഡിയോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ആമ്പൂർ സ്പെഷ്യൽ ആണ്. ഇല്ല ആമ്പൂർ തന്നെ. ഓക്കെ, എന്തായിരിക്കും? ഓക്കെ, സീരക സാമ്പാർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി ഈ സീരക സാമ്പാർ ഉണ്ടാക്കുന്നതായിരിക്കും. കാരണം വേറെ ബസ്മതി അതെല്ലാം ഉണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ സീരക സാമ്പാർ റൈസിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. സോ വെൽക്കം ടു ദി ന്യൂ വ്ളോഗ്. പുള്ളിക്കാരി എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സവാള, ഇതിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗീ, നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു, പിന്നെ തൈര്, ഓയില്. ஸ்பெஷாலிட்டி வந்து ரெட் சில்லி பேஸ்ட். ஓகே, சோ அத ஊற வச்ச தண்ணி அது. റെഡ് ചില്ലി പേസ്റ്റോ? ഞാൻ ആക്ച്വലി സേലത്ത് വന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു 2-3 ടൈപ്പ് ഓഫ് ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന്, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് നമ്മൾ അജുവ, ആസിഫെ, അതേപോലെ തന്നെ പാരഗഡിൽ നിന്നൊക്കെ ബിരിയാണി കഴിച്ചിട്ട് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണെന്ന് അറിയത്തില്ല. എനിക്ക് അത്ര ഭയങ്കര കിടിലമായിട്ട് തോന്നിയിട്ടില്ല സേലത്തെ ബിരിയാണി. ഇവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുള്ള 2-3 ടൈപ്പ് ബിരിയാണി കഴിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ശ്വേത ഉണ്ടാക്കുന്ന ബിരിയാണി ആക്ച്വലി ഞാൻ 1-2 തവണ കഴിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഈ ആമ്പൂർ സ്റ്റൈലിലാണ് ഈ മുന്നാടിയെല്ലാം പണ്ടത്ത് ഇല്ലയാ? ഓക്കെ, അത് കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇന്നും അതേപോലത്തെ ടേസ്റ്റ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ കുക്കർ ഓണാക്കി, നമ്മൾ ഓയിൽ എവ്വളോ 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഓക്കെ, 1 tablespoon of ghee. 1 tablespoon ghee. ഇവിടുത്തെ തമിഴ്നാട് ബിരിയാണിയിലേക്ക് நீங்கள் வந்து ஆயிலுக்கு அப்புறமா கீயும் ஆட் பண்ணும், 2 ஆட் பண்ணுமா? ஆமா, மஞ்சள், ஏலக்காய், கிராம்பு, சின்னமன். അതായത് രമ്പയില, ഏലക്ക, തക്കോലം, ഗ്രാമ്പു. രമ്പയിലാണോ വേണയിലാണോ എനിക്കറിയത്തില്ല. ഇത്ര നമ്മൾ ആഡ് ചെയ്ത് എന്നിട്ട് വഴറ്റണം അല്ലേ? இப்போ வந்து இதுல 4 ஆனியன்ஸ் இருக்கு. இல்ல கொஞ்சம் தான் நம்ம போடுவோம். அதுக்கு அப்புறம் கொஞ்சம் வந்து ஃபைனலா இதுக்கு அப்புறம் போடுவோம். ഓക്കെ, 4 സവാള കുറച്ച് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുക. அதுக்கப்புறமா மீதி போடணும். ഓക്കെ, നന്നായിട്ട് വഴറ്റുക. എനിക്ക് ശരിക്കും ഉള്ളി ഈ ബിരിയാണിയിൽ ഉള്ളി ഇങ്ങനെ പച്ചയ്ക്ക് അടക്കുന്ന പോലത്തെ എനിക്ക് ഇഷ്ടത്തില്ല. എനിക്ക് കുറച്ചുകൂടി നല്ല വഴറ്റി നല്ല ബ്രൗൺ കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. இது வந்து இந்த ஆனியன் வந்து நல்ல ப்ரௌன் இல்ல, ஒரு அளவுக்கு ப்ரௌன் ஆகும். ஆனியனா? ஃபர்ஸ்ட் போடுறோம். എൻ്റെ ഫേവറേറ്റ് സാധനം ഇതിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏത് കറിയിലിട്ടാലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൻ്റെ മണവും ആ ഒരു ഫ്ലേവറും അതും നമ്മൾ നന്നായിട്ട് വഴറ്റുക. അടിയിൽ പിടിക്കാതിരിക്കണേ, എന്നാൽ ഇളക്കി കൊടുത്താൽ മതി. ഇത് മൂവി ഡയലോഗ് നാസം. ഡെയിലി കുക്ക് ചെയ്ത അരിയില്ലല്ലോ. ബുവാവാ അതന്നെ. ഇതാണ് ആമ്പൂർ സ്പെഷ്യൽ ബിരിയാണിയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്നാണ് പറയുന്നത്.
ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത്? വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് கொஞ்ச நேரம் ஒரு 6-7 chilies ஊற വെച്ചിട്ട് അത് പേസ്റ്റ് ആക്കുന്നത്. നമ്മൾ ആ റെഡ് ചില്ലി പേസ്റ്റ് നമ്മളിതിലോട്ട് ആഡ് ചെയ്തു. നന്നായിട്ട് വഴറ്റുക. ജിഞ്ചർ ഗാർലിക്കിൻ്റെ നല്ല മണം കിട്ടുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മണം. ഈ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മണം ആഹാ. സോ ഇപ്പോൾ മീതി വെച്ച ഓണിയൻ നമ്മൾ വെച്ച ഓണിയൻ അത് ഇപ്പോൾ പോട്ടു. കുറച്ച് താഴെയും പോട്ട്. അതായത് നമ്മൾ ബാക്കി വെച്ചിട്ട് ആദ്യം ഇട്ട സവാളയുടെ ബാക്കിയുള്ള സവാള ഇപ്പം ആഡ് ചെയ്ത്, അതായത് കുറച്ച് താഴെ ആഡ് ചെയ്തു, കുറച്ചകത്തും ആഡ് ചെയ്തു. ഓണിയൻ നല്ല ബ്രൗൺ കളറായി വരുന്നുണ്ട്. പിന്നെ എണ്ണ ഒഴിക്കണം. എണ്ണ പത്താതെ இருக்க மாதிரி இருக்கு. நீ ஃபர்ஸ்ட் டைம் பண்ண எப்போ ஸ்டார்ட் பண்ண? ஞாபகம் இல்லையா? ஐ திங்க் நான் பெங்களூரில் வீடு எடுத்ததுக்கு அப்புறம் தான் ஃபர்ஸ்ட் டைம் குக் பண்ணிருக்கேன். அது வரைக்கும் அம்மா கூட இருந்து குக் பண்ணியிருக்கேன். பட் தனியாக செஞ்சதில்லை. அதான் ஃபர்ஸ்ட் டைம் எனக்கு ஒரு 3 years பட் 2 years பட். എനിക്ക് പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് സാധനം, ഐ തിങ്ക് ഏറ്റവും ബെസ്റ്റ് സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു രസമായിരിക്കും. രസം പൊളി സാധനമാണ്. ഒന്നും പേസാമ ഇരിക്കെ നല്ലതാണ് சொன்ன. 2 തക്കാളി. ടൊമാറ്റോ நிறைய இருக்கு வேண்டாம். டொமேட்டோ நிறைய ஆட் பண்ண வேண்டாம். ஏன்னா நம்ம கர்டு ஆட் பண்ணுறோம் அந்த புளிப்புக்கு இல்லை. കേർഡ് ലെമണും ആഡ് പண்றியா? ഈ ആമ്പൂർ ബിരിയാണിയുടെ സ്പെഷ്യൽ സാധനമാണല്ലോ ഈ റെഡ് ചില്ലി എന്ന് പറയുന്ന സാധനം. അത് ഇടുന്ന ടൈമിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. കാരണം നമ്മളോട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് മൂക്കിലൊക്കെ അടിച്ച് കയറിയിട്ട് കുറച്ച് സീനാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. വിഷയമല്ല. എനിക്ക് ഈ കുക്കിംഗ് വീഡിയോസ് അതേപോലത്തുള്ള കുക്കിംഗ് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു സാധനമാണ് മിസ്റ്റർ ബട്ട്ലറിൽ ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സാധനം. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആ സീൻ ഇനി എത്ര തവണ കണ്ടാലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. ഭയങ്കര രസമാണ് ആ സീൻ കണ്ടിരിക്കുക. മിസ്റ്റർ ബട്ട്ലറിൽ അവർ ദിലീപ് ലിഫ്റ്റിനകത്ത് ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആ സീൻ നല്ല വഴറ്റി പായസം പോലെ. കേർഡ് ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഈ ഫ്ലെയിമിലിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ആണ് തൈര് ആഡ് ചെയ്യുക. ഡിച്ച് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഒരു കൈപ്പിടി പുതിന ഇലയും മല്ലി ഇലയും നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ വഴറ്റി ഒരു പരുവൊക്കെ ഇങ്ങനെ എടുത്ത്. என் அம்மா வந்து எனக்கு சொல்லி கொடுக்குறப்போ லெமன் போட்டா ஸ்டார்டிங்லேயே போட்டால் கொஞ்சம் கசத்துரும். அதனால ரைஸ் போட்டதுக்கு அப்புறம் தான் லெமன் போடணும்னு சொல்லியிருக்காங்க. அதனால நான் அந்த மெத்தடே ஃபாலோ பண்ணேன். நான் ரிஸ்க் எடுக்க விரும்பல. ഓക്കെ, നമ്മൾ ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. இதில் வந்து வாட்டர் இருக்கு. அது கடைசியில் மெஷர் பண்ணி தான் போடணும். ஸோ இப்போதைக்கு நான் சிக்கன் மட்டும் போடுறேன். ഓക്കെ, ചിക്കൻ വേവിച്ച ആ വെള്ളവും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചിക്കൻ പീസസ് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ച് ചിക്കൻ പീസസ് ഇതെന്നെല്ലാം പോട്ട് വേഗ വെച്ചത്. இதுலயும் கொஞ்சம் ஜிஞ்சர் கார்லிக் மார்னிங் கறி பண்ணும். ஓகே, அதனால வந்து ஜிஞ்சர் கார்லிக் பேஸ்ட், சால்ட், கொஞ்சமா ரெட் சில்லி பவுடர். ഓക്കെ, നൈസ്. ആ നല്ല മണം, ശരിക്കും നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കൊള്ളായിരിക്കും തോന്നുന്നു. രാവിലെ നമ്മൾ കറി വെച്ചപ്പോഴത്തേക്കും കുറച്ച് ആ ചിക്കൻ വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ടൊമാറ്റോവും പിന്നെ സവാളൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, ഓരോരുത്തരുടെ ആവശ്യത്തിന്. இது வந்து கண்ட்ரி சிக்கன்னால வேக வச்சுட்டோம் ஆல்ரெடி. அதுக்கப்புறம் இப்போ ரைஸ் கூட வேக வைக்கணும். இதே பிராய்லர் சிக்கனாக இருந்தால் தனியாக வேக வைக்க தேவையில்லை. அது வந்து டைரெக்டாக இதுக்குள்ளே போட்டு ஒரு 5 minutes வதக்கி விட்டால் அது கொஞ்சம் ஆல்ரெடி ஹாஃப் குக் ஆகிடும். அதுக்கப்புறம் நீங்கள் ரைஸ் போட்டுட்டு
நார்மல் விசில் விட்டால் போதும். இது கண்ட்ரி சிக்கனோட மட்டும்தான் ஆல்ரெடி வேக வச்சுருக்கோம். ഓക്കെ ഓക്കെ மீதி தண்ணி ஊற்றிக்கலாம். ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ വേവിച്ച ചിക്കൻ വേവിച്ച വെള്ളം ഒരു 3 കപ്പ്, ബാക്കി നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിക്കുകയാണ്. ഒരു தம்பி வந்து கொஞ்சம் டொமேட்டோ பிரியாணி எப்போ சிக்கன் பிரியாணி சமைக்கிறதும், ஸோ அதனால டொமேட்டோ வந்து ரொம்ப கம்மியாக இருக்கணும்னு நினைக்கிறேன். ഓക്കെ ടൊമാറ്റോ ഫ്ലേവർ വരാமல். ഓക്കെ. സാധാരണ ഇവള് ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ച് ടൊമാറ്റോ കൂടുതലാവും. അപ്പം അനിയൻ വന്നിട്ട് പറയും ഇത് ടൊമാറ്റോ ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി അല്ലെന്ന് പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് തവണ കുറച്ച് ടൊമാറ്റോ കുറച്ചാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഹാരി அதாவது வீடியோக்குள்ள வா கொஞ்சம் ஃபன் பண்ணலாம் அப்படின்னா வந்து இல்லை நான் குளிச்சுட்டு தான் வருவேன் அப்படின்னு ஒட்ட காலில் நின்று இப்போ அது குளிச்சிருக்கான். ஆனால் அவங்களுக்கு பார்க்க அப்படின்னு ഹരീനെ വിളിച്ചു കഴിഞ്ഞാൽ അനിയനെ വിളിച്ചാൽ വരൂല. കാരണം മുടി നല്ലതല്ല, മുടി നന്നായിട്ടില്ല, കുളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വന്നിയാ? ഓക്കെ, കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. ജീരക സാമ്പാർ റൈസ് നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെള്ളം കുറച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ അരി ആഡ് ചെയ്യുന്നു. ഓക്കെ, 2.5 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം. ആ യെസ്. അരി ഇട്ടു, അതിലോട്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തു. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിന്. ஓகே. ஆல்ரெடி கர்ட் வந்து ரொம்ப புளிப்பாக இருந்தது, அதனால நான் வெறும் ½ லெமன் தான் ஸ்க்வீஸ் பண்ணுறேன். നമ്മൾ നേരത്തെ തൈര് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കുറച്ച് നാരങ്ങ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ½ നാരങ്ങ. இந்த ஸ்டேஜில் நம்ம வந்து லிட்டை க்ளோஸ் பண்ணிவிட்டு ஒரு ஃபுல் விசில் விட்டுட்டு ஒரு 5-10 மினிட்ஸ் சிம்மில் வச்சுட்டு எடுத்தால் சரியாக இருக்கும். ஓகே. தம் போடணுன்னா வந்து நான் ஒன்ஸ் பெங்களூரில் அது ட்ரை பண்ணேன், அது எனக்கு எப்படின்னு தெரியல. ஒரு விசில் ஃபுல்லாக விட்டுட்டு அப்புறமா நான் பக்கத்தில் தோசைக்கல் வச்சுருந்தேன். அந்த தோசைக்கல் மேலே சிம்மில் வச்சுட்டு இந்த தோசைக்கல் மேலே ஒரு 15 மினிட்ஸ் കുക്കറെ വിട്ടിട്ട് ഓപ്പൺ பண்ணാൽ അത് കറക്റ്റാக தான் വന്നത്. ബട്ട് ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് ഇൻ ദം. നമ്മളപ്പോൾ ലിഡ് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, ഇനി ടേസ്റ്റിംഗ് ആണ്. ഇനി എത്ര മിനിറ്റ് എടുക്കും? ഇന്നോ ഒരു 20 മിനിറ്റ്സ്. ഓക്കെ, 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ മൂടി തുറക്കാൻ പോവാണ്. നൈസ്. കുറച്ച് കുഴഞ്ഞു പോയാ? எப்படி இருக்கு? நீயே ரிவ்யூ பண்ணு. எஸ், ஆம்பூர் சிக்கன் பிரியாணி இஸ் ரெடி. போடு போடு போடு. Capture this. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിരിയാണിയല്ലേ, ആമ്പൂർ ബിരിയാണി. ഇത് കൊഞ്ചം കാട്ട്. എനിക്കൊന്ന് എനിക്ക് ശരി നല്ല ടേസ്റ്റ് ചെയ്ത് കൊള്ളാമെന്ന് നോക്കട്ടെ. ഓക്കെ, ടേസ്റ്റ് ശരിക്കും കൊള്ളാം. സീരിയസ്ലി നല്ലതായിരിക്കും. നൈസ്. ഇതിപ്പം കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും ഞാൻ തന്നെ ഫുള്ള് കഴിച്ച് തീർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം.